ഞാനൊരു നീറ്റ് പി ജി പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്. ഒരു FMG ആണ്, വിച്ച് മീൻസ് FMG എക്സാം എഴുതിയിട്ടുണ്ട്. പിന്നീട് ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞപ്പോൾ ഒരു 2-3 മാസം കിട്ടി. ഞാൻ അതിൽ നീറ്റിന് അപ്പയർ ചെയ്തു 2025 നീറ്റിൽ. ഇതിപ്പോൾ ഞാൻ 3ാമത് പഠിക്കാതിരിക്കുകയാണ്. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ബോറിങ്. അപ്പോഴാണ് സൈനബ് മാം പറഞ്ഞത് ഓർമ്മ വന്നേ, നിങ്ങൾക്ക് പഠിക്കാൻ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ മറ്റൊരാളെ പഠിപ്പിക്കുന്നതായിട്ട് ചെയ്യുമോ. അപ്പം അതാണ് ദാറ്റ്സ് എ ബെസ്റ്റ് തിങ്. നിങ്ങൾക്കത് നല്ല രീതിയിൽ ഓർമ്മ വരുമെന്ന്. സോ ഐ തോട്ട് വൈ നോട്ട്. അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ പഠിച്ച കാര്യങ്ങൾ ആയിരിക്കും ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൽ ഈവൻ ദോ സ്ലൈഡ്സ് ഉണ്ടെങ്കിലും അത് അത്രയ്ക്കൊന്നും ഡീറ്റെയിൽഡ് ആയിരിക്കത്തില്ല. ഇറ്റ് മൈറ്റ് ഫീൽ മോർ ലൈക്ക് എ പോഡ്കാസ്റ്റ്. ഓക്കെ, ദെൻ ആദ്യം ഞാൻ പറയുന്ന സബ്ജക്റ്റും സൈക്യാട്രിയാണ് കേട്ടോ. സൈക്യാട്രി എന്ന് പറയുമ്പം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള ഫിലിമാണ് മണിച്ചിത്രത്താഴ്. അതിനകത്ത് കുറേ കേട്ടിട്ടുള്ള വാക്കുകളാണ് സൈക്കോസിസ്, ന്യൂറോസിസ്. എന്താണ് ഈ സംഭവങ്ങൾ? ഈ സൈക്യാട്രി നമ്മൾ പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വലിയൊരു ഭാഗവും, ഐ എം നോട്ട് ടെല്ലിങ് ടോട്ടലി, അതിലുള്ള വലിയ ഭാഗവും എന്ന് പറയുന്നത് സൈക്കോസിസും ന്യൂറോസിസും മൂഡ് ഡിസോർഡേഴ്സും ആണ്. സോ മൂഡ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന സാധനം, ലോ മൂഡ്, ഡിപ്രഷൻ, ഹൈ മൂഡ്, ലൈക്ക് ഇൻക്രീസ്ഡ് മൂഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് മേനിയ, ബൈപ്പോളർ, ആരൊക്കെ രോഗം. അത് നമുക്ക് പിന്നെ നോക്കാം. ഇപ്പം നമ്മൾ ബേസിക്കായിട്ട് ഫസ്റ്റ് സൈക്കോസിസും ന്യൂറോസിസും ആണ് നോക്കാൻ പോകുന്നത് കേട്ടോ. സോ സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട് വളർന്നൊരു വാക്കാണ് ഭ്രാന്ത് എന്ന് പറയുന്നത്, അല്ലേ? ആ വേർഡ് യൂസ് ചെയ്യുന്നത് ശരിയല്ലായിരിക്കാം, സ്റ്റിൽ നമ്മൾ കേട്ട് വളർന്നൊരു വാക്കാണ്. അതാണ് ആക്ച്വലി സൈക്കോസിസ്. ഓക്കെ, അപ്പോൾ സൈക്കോസിസും ന്യൂറോസിസും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇൻസൈറ്റ് എന്ന് പറഞ്ഞ സാധനമാണ്. എന്താണ് ഇൻസൈറ്റ്? ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ രോഗമുണ്ട് എന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത വരിക, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് എനിക്കെന്തോ പ്രശ്നമുണ്ടെന്ന്. അതിനെയാണ് നമ്മൾ ഇൻസൈറ്റ് എന്ന് പറയുന്നത്. അത് പല ഗ്രേഡ്സിലുണ്ട്, ഞാനത് പറയുന്നില്ല ഇപ്പം. സോ ഇൻസൈറ്റ് അത് നിങ്ങൾക്കിപ്പം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ വേണമെങ്കിൽ സൈക്കോസിസും ന്യൂറോസിസും ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സൈക്കോസിസിൻ്റെ എക്സാമ്പിളാണ് സ്കീസോഫ്രീനിയ അല്ലെങ്കിൽ ഡെലൂഷൻ എന്നൊക്കെ പറയുന്നത്, ദ പ്രോപ്പർ പ്രാന്ത് എന്ന് പറയുന്ന സാധനം. ന്യൂറോസിസ് എന്ന് പറഞ്ഞാൽ OCD നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സാധനം. OCD എന്ന് പറഞ്ഞാൽ എന്തുവാ? ഓക്കെ, ഞാനിപ്പം എന്തോ ഒരു സാധനത്തിൽ തൊട്ടു, എൻ്റെ കയ്യിലൊക്കെ ജേംസ് കയറി, ഐ ഹാവ് ടു വാഷ് മൈ ഹാൻഡ്സ് റൈറ്റ് നൗ. ആ ഒരു ഫീലിംഗ് ആണ് അല്ലേ, ഒബ്സഷൻ. അതിനാണ് OCD എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് ഡൗട്ട്, ഞാൻ ഡോർ ലോക്ക് ചെയ്തു, സ്റ്റൗ ഓഫ് ചെയ്തു, അതൊക്കെയാണ് OCD എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് പേഴ്സൺ നോസ് ഐ ഹാവ് സം പ്രോബ്ലം. ഞാൻ എന്തിനാ ഇങ്ങനെ വീണ്ടും വീണ്ടും ചിന്തിക്കണേ, ഞാൻ എന്തിനാണ് വീണ്ടും വീണ്ടും കൈ കഴുകണേ. സോ ഹി ഹാസ് ദ ഇൻസൈറ്റ്. അതിനെയാണ് ന്യൂറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂറോസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞേ OCD അല്ലേ. OCD, പാനിക് അറ്റാക്ക്, അതേപോലെ തന്നെ ഫോബിയാസ് അല്ലേ. അയാൾക്കറിയാം ഞാൻ ഏതെങ്കിലും ക്ലോസ്ഡ് റൂമിൽ വരുമ്പോൾ ഐ വിൽ ബി ക്ലോസ്ട്രോഫോബിക്, അതറിയാം. സോ ദാറ്റ് ഈസ് ന്യൂറോസിസ്. ഓക്കെ, അത് ടച്ച് വിത്ത് റിയാലിറ്റി, അതൊക്കെ അതിനകത്ത് നോക്കി അറിയാം. ഓക്കെ, ഇറ്റ്സ് നോട്ട് ലോസ്റ്റ്, അതാട്ടോ നോട്ട് എന്ന് പറഞ്ഞാൽ. ജഡ്ജ്മെൻറ്റ് വിൽ ബി ഇൻടാക്ട് ഇൻ ന്യൂറോസിസ്. പക്ഷേ സൈക്കോസിസ്, പ്രാന്ത് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഡെലൂഷൻ തന്നെ എടുക്കാം. ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ വിചാരിക്കുകയാണ് ഏലിയൻസ് വന്നു എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനാണ് ഈ ലോകം രക്ഷിക്കേണ്ടുള്ളത്, എനിക്കതിനു വേണ്ടി സൂപ്പർ പവേഴ്സ് തന്നു എന്ന് അയാളുടെ ഒരു വിശ്വാസം ഉണ്ടല്ലോ. അത് സത്യമാണോ? അല്ല. അത് അയാൾക്ക് മനസ്സിലാവുമോ അത് സത്യമല്ലെന്ന്? നോ, ഹി ഡസൻ നോ. ഹി ഡോണ്ട് ബിലീവ് ദാറ്റ് ഹി ഈസ് ഹാവിങ് സം പ്രോബ്ലം. ഓക്കെ, അങ്ങനെയുള്ളൊരു കാര്യം അതിന് അയാൾക്ക് എന്തില്ല, ഇൻസൈറ്റ് ഇല്ല. ഓക്കെ, അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, സൈക്കോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. ഡെഫിനറ്റ്ലി സൈക്കോസിസ് ഉള്ള ഒരാൾക്ക് പോയി താങ്കൾക്ക് അസുഖമുണ്ട്, യു ഹാവ് ടു ഗെറ്റ് ട്രീറ്റഡ് എന്നൊക്കെ പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അവർ പറയുമില്ല. ഡെലൂഷൻ്റെ ഡെഫിനേഷൻ തന്നെ എന്താണ്? ഫോൾസ് ഫിക്സഡ് ഫിം ബിലീഫ്. ഫിർമാണ്, അതൊരിക്കലും മാറത്തില്ല, അൺചേഞ്ചബിൾ ആയിട്ടുള്ളൊരു ബിലീഫാണ് അല്ലേ. അതിനതാണ് സൈക്കോസിസ് എന്ന് പറഞ്ഞാൽ. സോ ദാറ്റ് ഇസ് ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ സൈക്കോസിസ് ആൻഡ് ന്യൂറോസിസ്. സൈക്കോസിസ് ആൻഡ് ന്യൂറോസിസ്. ഓക്കെ, സൈക്കോസിലെ ഡെലൂഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. പക്ഷേ അതിന് മുന്നേ വി ഹാവ് ടു നോ അബൌട്ട് 3 തിങ്സ്: ഹലൂസിനേഷൻ, ഇല്യൂഷൻ, ഡെലൂഷൻ. ഇല്യൂഷൻ വേഴ്സസ് ഹലൂസിനേഷൻ. അത് നമ്മൾ എപ്പോഴും കേൾക്കണം. മെയിൻ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം. ഒരു ടേബിൾ ടോപ്പിൽ ഒരു കയറ് കിടക്കുന്നു. ആ കയറ് കണ്ടപ്പോൾ എനിക്ക് തോന്നി അതൊരു പാമ്പാണെന്ന്. അതിനെ നമ്മൾ ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ടേബിൾ ടോപ്പ്, അവിടെ ഒന്നും ഇല്ല, പക്ഷേ ഐ ഫീൽ ലൈക്ക് ഒരു പാമ്പ് അതിൽ കൂടെ ഇഴഞ്ഞു പോകുന്നുണ്ടെന്ന്.
അതിന് നമ്മൾ എന്ത് പറയും? ഹലൂസിനേഷൻ എന്ന് പറയും. സോ ഇവന്മാർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആദ്യം അവിടെ എന്തുണ്ടായിരുന്നു? ഒരു കയറുണ്ടായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് തോന്നിയത് അതൊരു പാമ്പാണെന്ന്. സോ സ്റ്റിമുലസ് വാസ് പ്രസൻറ്റ്. അതിൻ്റെ അർത്ഥം എന്താണ്? മിസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റിമുലസ് അല്ലേ? അതാണ് ഇല്യൂഷൻ. ഓക്കെ. ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ പെർസെപ്ഷൻ വിത്തൗട്ട് സ്റ്റിമുലസ്. അവിടെ ഒരു സ്റ്റിമുലസ് ഇല്ല, പക്ഷേ എനിക്കെന്ത് തോന്നുന്നു? അവിടെ കൂടെ പാമ്പ് എഴയുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ആരും സംസാരിക്കുന്നില്ല, ഒരു ഏലിയൻ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊക്കെ എന്താണ്? ഹലൂസിനേഷൻ ആണ് അല്ലേ? ദർ ഈസ് നോ സ്റ്റിമുലസ്. പെർസെപ്ഷൻ വിത്തൗട്ട് സ്റ്റിമുലസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹലൂസിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഹലൂസിനേഷൻ്റെ കുറച്ച് ടൈപ്സും ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് പറയാം. വിഷ്വൽ ഹലൂസിനേഷൻ. വിഷ്വൽ ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ സെയിം സാധനം, ഞാൻ പാമ്പ് എഴയുന്നത് കണ്ടു എന്നൊക്കെ പറയുന്നത് വിഷ്വൽ ഹലൂസിനേഷനാണ്. അതെവിടെയാണ് കാണുന്നത്? ന്യൂറോളജിക്കൽ പ്രോബ്ലംസിൽ, ഓർഗാനിക് പ്രോബ്ലംസ് ലൈക്ക് സ്ട്രോക്ക് ഒക്കെ കാരണം ഉണ്ടാകുന്ന ഒരു സിംറ്റം. സ്ട്രോക്ക് പേഷ്യൻസിലൊക്കെ കാണുന്ന ഹലൂസിനേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ വിഷ്വൽ ഹലൂസിനേഷനാണ്. ഓൾസോ ഇൻ ഡെലീറിയം. ഓക്കെ. ഡെലീറിയം ട്രെമൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആൽക്കഹോളിക് ആയിട്ടുള്ളവർ ആൽക്കഹോൾ വിഡ്രോവൽ നടക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 72 hours ആയിട്ട് ഞാൻ ആൽക്കഹോൾ യൂസ് ചെയ്തില്ല എന്നൊരു ടൈം വരുമ്പോൾ, ആഫ്റ്റർ 72 hours ആണ് നമ്മൾ ഡെലീറിയം വരുന്നത്. ഓക്കെ. ഡെലീറിയം ട്രെമൻസിൻ്റെ സിംറ്റംസ് പ്രസൻറ്റേഷനൊക്കെ നമുക്കത് സബ്സ്റ്റൻസ് നോക്കാം. ജസ്റ്റ് അറിയാം, ദ ഹലൂസിനേഷൻ വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ഡെലീറിയം വിൽ ബി വിഷ്വൽ ഹലൂസിനേഷൻ. ഓഡിറ്ററി ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈക്കോസിൽ കാണുന്ന ഒരു സാധനമാണ്. സ്കീസോയിലൊക്കെ കാണുന്ന സാധനം, സ്കീസോഫ്രീനിയയിൽ കാണുന്ന സാധനമാണ് ഓഡിറ്ററി ഹലൂസിനേഷൻ. അവരെന്നെക്കുറിച്ച് സംസാരിക്കുന്നു, എനിക്ക് അശരീരി കേൾക്കാം, ദൈവം വന്നിട്ട് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കീസോഫ്രീനിയ അല്ലെങ്കിൽ സൈക്കോസിൽ കാണുന്ന സാധനങ്ങളാണ് ഓഡിറ്ററി ഹലൂസിനേഷൻ മെയിനായിട്ട് കേട്ടോ. ദെൻ എന്ന് പറയുന്നത് ടാക്ടൈൽ ഹലൂസിനേഷൻ. ടാക്ടൈൽ ഹലൂസിനേഷൻ PY കേട്ടോ, PYQ എന്ന് പറയാം. മെയിൻ സാധനം കൊക്കൈൻ ബഗ്സ്. കൊക്കൈൻ ബഗ്സ് എന്ന് പറഞ്ഞാൽ കൊക്കൈൻ അബ്യൂസ് ചെയ്യുന്നവർക്ക് അവരുടെ ദേഹത്തൂടെ ഇൻസെക്ട്സ് ക്രോൾ ചെയ്യുന്നതായിട്ട് തോന്നും. അല്ലേ? ദാറ്റ്സ് ടാക്ടൈൽ ഹലൂസിനേഷൻ. എന്താണ് ടാക്ടൈൽ ഹലൂസിനേഷൻ? ഇതിൻ്റെ വേറൊരു പേരാണ് ആക്ച്വലി ക്വസ്റ്റ്യനായിട്ട് നമുക്ക് വന്നത്. വേറെ പേരെന്ന് പറഞ്ഞാൽ ഫോമിഗേഷനും മാഗ്നൻ സിൻഡ്രോം. ഒന്നുകൂടെ പറയാം, ഫോമിഗേഷനും മാഗ്നൻ സിൻഡ്രോം. ടാക്ടൈൽ ഹലൂസിനേഷൻ എക്സാമ്പിൾ കൊക്കൈൻ ബഗ്സ് ഓർ ഫോമിഗേഷൻ ഓർ മാഗ്നൻ സിൻഡ്രോം. ഇത് കാണുന്നവർക്കാണ് കൊക്കൈൻ അബ്യൂസേഴ്സാണ്. സോ ഈ പേരുകൾ ഓർത്ത് വെക്കുക. അതേപോലെ ഈ സിംറ്റം ഒരു ക്വസ്റ്റ്യനിൽ കുറേ ഇത് തന്നിട്ട് ഈ ഒരു സിംറ്റം ഉണ്ടെങ്കിൽ like that person feels like insects are crawling around, അല്ലെങ്കിൽ on his body എന്ന് പറയുമ്പോൾ on his body ആണ് ആക്ച്വലി കേട്ടോ. അത് നമുക്ക് ടാക്ടൈൽ ഹലൂസിനേഷൻ അതേപോലെ കൊക്കൈൻ അബ്യൂസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദെൻ ഓൾഫാക്ടറി ആൻഡ് ഗസ്റ്റേറ്ററി ഹലൂസിനേഷൻ. ഓൾഫാക്ടറി ആൻഡ് ഗസ്റ്റേറ്ററി എന്ന് പറയുമ്പോഴത്തേക്കും ഞാനൊന്നും കഴിച്ചില്ല, പക്ഷേ എൻ്റെ നാവിലൊരു മെറ്റാലിക് ടേസ്റ്റ് വരുന്നു. ഗസ്റ്റേറ്ററി. ഓൾഫാക്ടറി എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു സ്മെൽ എൻ്റെ മൂക്കിലൂടെ വരുന്നുണ്ട് അല്ലേ? അതാണ് ഓൾഫാക്ടറി ഹലൂസിനേഷൻ. സോ ഇതിവിടെ കാണുന്നതെന്ന് വെച്ചാൽ ടെമ്പോറൽ ലോബ് എപ്പിലെപ്സിയിലായിരിക്കും കാണുന്നത്. ടെമ്പോറൽ ലോബ്. ഓക്കെ. ടെമ്പോറൽ ലോബിൽ എപ്പിലെപ്സിയിലാണ് ഓൾഫാക്ടറി ആൻഡ് ഗസ്റ്റേറ്ററി ഹലൂസിനേഷൻ കാണുന്നത്. ഓക്കെ. ഇനി ഡെലൂഷനെ കുറിച്ചാണ് ആക്ച്വലി നമ്മളിന്ന് മെയിനായിട്ട് പറയാൻ പോകുന്നത്. ഡെലൂഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് എ ഫോൾസ് ഫിക്സ്ഡ് ഫിം ബിലീഫ്. പക്ഷേ അത് നമ്മുടെ സോഷ്യോ കൾച്ചർ ബാക്ക്ഗ്രൗണ്ടുമായിട്ട് ഒട്ടും യോജിക്കുന്നതോ ആയിരിക്കില്ല. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഫോൾസ് ആയിരിക്കും, ആ തെറ്റായ ഒരു, അതും ഫിക്സ്ഡ് ഫേം ആയിട്ടുള്ള ഒരു വിശ്വാസമാണ് ഡെലൂഷൻ എന്ന് പറയുന്നത്. സോ ഡെലൂഷൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഡെലൂഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ നൈബേഴ്സിന് എന്നെ കൊല്ലണം. അത് സത്യമാണോ? അല്ല. പക്ഷേ he strongly believes that person wants to kill me. അല്ലേ? അതാണ് that's a delusion. ഓക്കെ. ഫോൾസ് ഫിക്സ്ഡ് ഫിം ബിലീഫ്. അത് നമ്മൾ എത്ര എവിഡൻസ് പറഞ്ഞാലും, ഓക്കെ ഇങ്ങനെയൊന്നും അല്ല, അവരങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞാലും ഹീ വിൽ നോട്ട് ബിലീവ് ദാറ്റ്. അയാൾ എന്തെന്നെ വിശ്വസിക്കും? അവർക്ക് എന്നെ കൊല്ലണം എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ടിരിക്കും. അതിനാണ് ഡെലൂഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വിചാരിക്കുക ഏലിയൻ വന്നു, എനിക്ക് സൂപ്പർ പവേഴ്സ് വന്നു, അതൊരു ഡെലൂഷനാണ്. ഗോഡ് എനിക്ക് നേരിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു, ദാറ്റ് ഈസ് ഓൾസോ ഡെലൂഷൻ. ഓക്കെ. തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു വിശ്വാസം, തെറ്റായ വിശ്വാസത്തിനാണ് നമ്മൾ ഡെലൂഷൻ എന്ന് പറയുന്നത്. അത് ഞാൻ ടൈപ്സ് പറയുമ്പോൾ വെച്ച് കൂടെ കറക്റ്റായിട്ട് മനസ്സിലാവും. ഫസ്റ്റ് വൺ ഈസ് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ. ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ദോസ് പീപ്പിൾ വോണ്ട് ടു കിൽ മീ, അവർക്ക് എന്നെ കൊല്ലണം. അതാണ് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ മെയിനായിട്ട്. ഓക്കെ. ദേ വോണ്ട് ടു ഹാം മീ. ഓക്കെ. അതാണ് ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ. പിന്നെ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഡെലൂഷൻ ഓഫ് റെഫറൻസ്. ഡെലൂഷൻ ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ വേറെ 2 പേര് സംസാരിക്കുമ്പോൾ എന്താണ്, വാട്ട് ദിസ് പേഴ്സൺ വിൽ തിങ്ക്,
ഓക്കെ, ദേ ആർ ടോക്കിംഗ് അബൌട്ട് മീ, എന്നെക്കുറിച്ച് അവർ സംസാരിക്കുന്നത്. അതാണ് ഡെലൂഷൻ ഓഫ് റെഫറൻസ്. സോ ഈ ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷനും ഡെലൂഷൻ ഓഫ് റെഫറൻസും മെയിനായിട്ട് കാണുന്നത് സ്കീസോഫ്രീനിയയിലാണ്. സ്കീസോഫ്രീനിയയുടെ പാരനോയിഡ് ടൈപ്പിലാണ് മെയിനായിട്ട്. അതെന്താ സ്കീസോ, എന്താണ് അതിൻ്റെ ടൈപ്സ് നമുക്ക് നെക്സ്റ്റ് ടൈം നോക്കാം. സോ ഡെലൂഷൻ, ഇത്ര അർത്ഥം വെക്കുക, ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷനും ഡെലൂഷൻ ഓഫ് റെഫറൻസും വിൽ ബി പ്രസന്റ് ആസ് എ സിംറ്റം ഇൻ സ്കീസോഫ്രീനിയ. ഇനി അടുത്ത ഡെലൂഷൻ എന്ന് പറയുന്നത് ഡെലൂഷൻ ഓഫ് നിഹിലിസം. ഓക്കെ, നിഹിലിസം. എന്തോ ഡെലൂഷൻ ഓഫ് നിഹിലിസം എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഡെലൂഷൻ ഓഫ് നിഹിലിസം എന്ന് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, ഞാൻ മരിച്ചു, ഐ ആം ഡെഡ്, അല്ലെങ്കിൽ എൻ്റെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം നശിച്ചു, നെക്രോട്ടൈസ്ഡ്, ദേ ആർ റോട്ടിങ് എന്നൊക്കെ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവരും മരിച്ചു, ഈ ലോകമേ ഇല്ല, അങ്ങനെ ഒരു ചിന്തയാണ് നമ്മൾ എന്ത് പറയുന്നത്, നിഹിലിസ്റ്റിക് ഡെലൂഷൻ അല്ലെങ്കിൽ ഡെലൂഷൻ ഓഫ് നിഹിലിസം എന്ന് പറയുന്നത്. അതേപോലെ വേറൊരു സാധനമുണ്ട്, ഡെലൂഷൻ ഓഫ് പ്രോസിക്യൂഷൻ. പ്രോസിക്യൂഷൻ എന്ന വാക്ക് നമ്മൾ എവിടെ കേട്ടിട്ടുള്ള, കോർട്ടിലൊക്കെയാണ് അല്ലേ. പ്രോസിക്യൂഷൻ മീൻസ് പണിഷ്മെന്റ്. കോർട്ടിൽ എന്താ നടക്കുന്നത്, കുറ്റവാളികളെ പണിഷ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഈ ഡെലൂഷൻ ഓഫ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ പേഴ്സൺ എന്ത് വിചാരിക്കും, ഞാൻ എന്തൊക്കെയോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഐ ഷുഡ് ബി പണിഷ്ഡ്. ആ ഒരു വിശ്വാസം, ഐ ഷുഡ് ബി പണിഷ്ഡ്, ആ വിശ്വാസത്തിന്, ആ ഒരു തെറ്റായ ധാരണയാണ് നമ്മൾ എന്താ പറയുക ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നാലോചിക്കെ ഡെലൂഷൻ ഓഫ് നിഹിലിസവും ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷനും എവിടെയായിരിക്കും കാണുന്നത്? ഇത് ഭയങ്കര ലോ മൂഡായിട്ടുള്ള സാധനമാണ് അല്ലേ. ഞാൻ മരിച്ചു, എനിക്ക് ജീവനില്ല, അല്ലെങ്കിൽ ഞാനാണ് എല്ലാ കുറ്റത്തിനും കാരണം, എല്ലാ ശിക്ഷയും എനിക്ക് കിട്ടണം എന്നൊക്കെ വരുന്നത് ഡിപ്രഷൻ്റെ അങ്ങേ അറ്റം പോകുമ്പോഴാണ്. സോ ഡിപ്രഷൻ വിത്ത് സൈക്കോസിസ് അല്ലേ. ഇപ്പോൾ ജസ്റ്റ് ഐ ആം ഹാവിങ് ലോ മൂഡ് അല്ലെങ്കിൽ ഫെറ്റിഗബിലിറ്റി ഒക്കെ ജസ്റ്റ് ഫോർ 14 days ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് ഡിപ്രഷൻ. പക്ഷേ ഇഫ് ദ പേഴ്സൺ തിങ്സ് ലൈക്ക് ഐ ആം ഡെഡ്, ഐ ആം റോട്ടിങ് ഇൻസൈഡ്, ദാറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ഡിപ്രഷൻ, ഇറ്റ് ഈസ് ഡിപ്രഷൻ വിത്ത് സൈക്കോസിസ്. മനസ്സിലായോ? ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡെലൂഷൻ ഓഫ് ഗ്രാൻഡ്. സോ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഡെലൂഷൻ ഓഫ് നിഹിലിസം ഡെലൂഷൻ ഓഫ് റെഫറൻസും ആണ് കേട്ടോ. അത് മെയിനായിട്ട് കാണുന്നത് ഡിപ്രഷൻ വിത്ത് സൈക്കോസിസിലാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡെലൂഷൻ ഓഫ് ഗ്രാൻഡ്യോസിറ്റി. ഡെലൂഷൻ ഓഫ് ഗ്രാൻഡ്യോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടുമിക്ക കാണുന്ന സൂപ്പർ ഹീറോ മൂവീസിലുള്ള സാധനം. The God came, gave me powers, I am someone so powerful, I can do anything, ഞാനാണ് ഈ ലോകത്തെ തന്നെ രക്ഷിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള ചിന്തകളാണ് ഡെലൂഷൻ ഓഫ് ഗ്രാൻഡ്യോസിറ്റി. ഓക്കെ, മനസ്സിലായി കാണുമല്ലോ. അത് കാണുന്ന ആർക്കാന്ന് ചോദിച്ചാൽ മാനിയക് പീപ്പിളിന് സൈക്കോസിസ്. ഡെഫിനറ്റ്ലി ഡെലൂഷൻ എന്ന് പറയുന്ന ഒരു സൈക്കോസിസ് ആണല്ലോ. അപ്പം മേനിയ വിത്ത് സൈക്കോസിസ് ആണ് അതിൻ്റെ ഒരു മെയിൻ സിംറ്റമാണ് ഡെലൂഷൻ ഓഫ് ഗ്രാൻഡ്യോസിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡെലൂഷൻസ് കുറച്ച് സിൻഡ്രംസ് ആയിട്ട് നമുക്ക് പഠിക്കുകയാണെങ്കിൽ ഓത്തല്ലോ സിൻഡ്രോമും ഡി ക്ലാരംബോൾ സിൻഡ്രോം. ഓത്തല്ലോ മെയിനായിട്ടും മെയിൽസിലാണ് കാണുന്നത്, ഡി ക്ലാരംബോട്ട് കൂടുതൽ ഫീമെയിൽസിലാണ് കാണുന്നത്. ഓക്കെ, ഓത്തല്ലോ എന്ന് പറഞ്ഞാൽ സംശയരോഗം, അത്രേ ഉള്ളൂ. അത് മെയിനായിട്ട് മെയിൽസിൽ കാണുന്നത്, മെയിൽസ് ആയിരുന്നു കൂടുതലും ആൽക്കഹോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ആൽക്കഹോൾ നമ്മൾ കുറേ യൂസ് ചെയ്തും കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ സെക്ഷുവൽ ഡിസയർ കുറയും. ഓക്കെ, അപ്പം അങ്ങനെ ഒരാളുടെ പാർട്ട്ണർ, വെൻ ദാറ്റ് പാർട്ട്ണർ ഗെറ്റ്സ് റെഡി ആൻഡ് ഓൾ, ഹി തിങ്സ് എന്തിനാണ് അവർ റെഡി ആവണേ, മേ ബി ടു അട്രാക്ട് സമ്മൺ എൽസ്. സോ അവിടെ എന്തുണ്ടാവും, ഡെലൂഷൻ ഓഫ് ജലസി ഉണ്ടാവും. ഓക്കെ, ഓത്തല്ലോ സിൻഡ്രം ഡെലൂഷൻ ഓഫ് ജലസി, ഓർ അതിന് വേറെ പേര് പറയുന്നുണ്ട് ഡെലൂഷൻ ഓഫ് ഇൻഫിഡിലിറ്റി. ഓക്കെ, ഇതൊക്കെയെന്ന് പറയുന്നത് എവിടെ വരുന്നത്, ഓത്തല്ലോ സിൻഡ്രത്തിൽ ആൽക്കഹോളിക്സിലാണ് മെയിനായിട്ട് വരുന്നത്. ദെൻ ഡി ക്ലാരംബോൾ സിൻഡ്രോം അത് ഫീമെയിൽസിലാണ് കാണുന്നത്. അതിൻ്റെ വേറെ പേരെന്ന് പറയുമ്പോഴത്തേക്കും എറോട്ടോമീനിയ, സൈക്കോസിസ് പാഷനാലെ ഓർ ഡെലൂഷൻ ഓഫ് ലവ്. എന്താ സംഭവം എന്നറിയാവോ? എനിക്ക് ഷാറൂഖ് ഖാനെ ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ വേണ്ട, എല്ലാവരും എപ്പോഴും ഷാറൂഖ് ഖാനെയാണല്ലോ, ലൈക്ക് ഷാറൂഖ് ഖാനെയും ഐശ്വര്യ റായിയാണ് എപ്പോഴും എല്ലാവരും എക്സാമ്പിളായിട്ട് പറയുന്നത്. നമുക്ക് മലയാളീസല്ലേ, നമുക്ക് യങ്സ്റ്റേഴ്സും കൂടെ നമുക്ക് ദുൽഖറിനെ പറയാം. ഓക്കെ, എനിക്ക് ദുൽഖറിനെ ഇഷ്ടപ്പെടാം, അതിൽ വലിയ തെറ്റൊന്നുമില്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ഫോൾസ് ഫിക്സ്ഡ് ഫിം ബിലീഫ്, അതൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഈ അസുഖം ഉണ്ടെങ്കിൽ, എനിക്ക് ഈ ഒരു ഡെലൂഷൻ ഉണ്ടെങ്കിൽ, ഡി ക്ലാരംബോൾ സിൻഡ്രോം ഉണ്ടെങ്കിൽ, ഞാൻ എന്താ വിശ്വസിക്കുന്നത്, ദുൽഖർ ഈസ് ഓൾസോ ഇൻ ലവ് വിത്ത് മീ, ദുൽഖറിനും എന്നെ ഇഷ്ടമാണ്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ പേഷ്യൻസ് ആ സെലിബ്രിറ്റീസിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് അവർ പറയും, അവർ കർട്ടൻ മാറ്റുന്നത് അല്ലെങ്കിൽ ലൈറ്റ് ഓൺ ചെയ്യുന്നത് ഓഫ് ചെയ്യുന്നതൊക്കെ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന രീതിയാണെന്ന്. ഓക്കെ, ഒരിക്കലും ഡെലൂഷൻ ഓഫ് ലവ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു സെലിബ്രിറ്റിയുടെ അടുത്ത് ലവ് ഉണ്ടാവുന്നതല്ല, ബട്ട് ദ തോട്ട് ദാറ്റ് പേഴ്സൺ ഓർ ബിലീവ് ദാറ്റ് സെലിബ്രിറ്റി ഈസ് ഓൾസോ ഇൻ ലവ് വിത്ത് മീ. അവിടെയാണ്
നമ്മുടെ ഡി ക്ലാരംബർട്ട് സിൻഡ്രം വരുന്നത്. സോ ഈ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒന്നും കൂടെ പറയാം. ഐ തിങ്ക് ഞാൻ എല്ലാം എഴുതിയിട്ടില്ല, എല്ലാം ഈ സ്ലൈഡിലില്ല. ഡി ക്ലാരംബർട്ട് സിൻഡ്രം, എറോട്ടോമേനിയ, സൈക്കോസിസ് പാഷനാലെ ഓർ ഡെലൂഷൻ ഓഫ് ലവ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെലൂഷൻ ഓഫ് ഡബിൾസ്. ഡബിൾസ് എന്ന് പറയുന്നത് അത് ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഇത് എപ്പോഴും വരുന്നൊരു സാധനമാണ്. കാപ്ഗാർ സിൻഡ്രോം, ഫ്രെഗോളി സിൻഡ്രോം. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്, അത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു സിൻഡ്രത്തിൽ എൻ്റെ ഭാര്യ, സോറി ഞാനൊരു പെൺകുട്ടിയല്ലേ, എൻ്റെ ഭർത്താവിനെ കാണുമ്പോൾ എനിക്ക് തോന്നും അത് എന്താണ്, ഒരു സ്ട്രേഞ്ചറാണെന്ന്. ഓക്കെ, അതാണ് കാപ്ഗാർ സിൻഡ്രോം. എൻ്റെ ഭർത്താവിനെ കാണുമ്പോൾ ഞാൻ പറയും, അല്ലോ അതെൻ്റെ ഭർത്താവല്ല, അതായത് ഒരു സ്ട്രേഞ്ചറാണ്, എന്നെ കൊല്ലാനായിട്ട് വന്ന് നിൽക്കുകയാണ്. ദാറ്റ്സ് കാപ്ഗാർ സിൻഡ്രോം. ഇനി ഞാൻ പുറത്തോട്ട് പോയപ്പോഴത്തേക്കും ഏതോ ഒരു സ്ട്രേഞ്ചറിനെ നോക്കിയിട്ട് പറയാം, അയാൾ എൻ്റെ ഭർത്താവാണ്, അല്ലെങ്കിൽ അയാൾ എൻ്റെ ബ്രദറാണ്, അയാൾ എനിക്ക് അറിയാം, ലൈക്ക് നോൺ പേഴ്സൺ ആണെന്ന് പറയുവാണെങ്കിൽ ദാറ്റ്സ് ഫ്രെഗോളി സിൻഡ്രോം. സോ ഞാൻ എങ്ങനെ ഓർത്ത് വെക്കുന്നത് വെച്ചാൽ കാപ്ഗാറിൽ എയും പിയും ഉണ്ട്. എനിക്കൊരു സാറ് പറഞ്ഞു തന്നെ അപ്ന പരായി. അപ്ന എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആള് അല്ലേ, വൈഫ്. സോറി, എന്നെ സൈക്കാട്രി പഠിപ്പിച്ച എല്ലാം ആണുങ്ങളായതുകൊണ്ടായിരിക്കും എനിക്ക് ഈ വൈഫ് എന്ന് പറയുന്ന എക്സാമ്പിൾ വരുന്നത്. സോ അപ്പന, എൻ്റെ ഹസ്ബൻഡിനെ കാണുമ്പോൾ പരായി, എനിക്ക് വേറൊരാളായിട്ട് തോന്നും, സ്ട്രേഞ്ചറായിട്ട് തോന്നും. അതാണ് കാപ്ഗാർ സിൻഡ്രോം. ഫ്രെഗോളി എന്ന് പറഞ്ഞാൽ അത് സൈനബ് മാം പറഞ്ഞത് കേട്ടോ. ഫ്രണ്ട്സ് എപ്പോഴും വീടിനകത്തല്ലോ, നമ്മൾ പുറത്തല്ലേ. പുറത്ത് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, പുറത്ത് പോകുമ്പോൾ എന്താണ്, സ്ട്രേഞ്ചേഴ്സിനെ കണ്ടിട്ട് നമ്മൾ പറയും അതെൻ്റെ ഹസ്ബൻഡാണെന്നല്ലേ, അല്ലെങ്കിൽ വൈഫാണെന്ന് പറയും. അതാണ് ഫ്രെഗോളി എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ആ ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന്. ഇനിയെന്ന് പറയുന്നത് ഡെലൂഷൻ ഓഫ് ഡബിൾസ് നമ്മൾ പറഞ്ഞു. ഇനിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ സൊമാറ്റിക് ഡെലൂഷൻ. സൊമാറ്റിക് ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള എൻ്റെ കുറച്ച് ചിന്തകൾ, തെറ്റായ ചിന്തകൾ, നമ്മളെ കൊണ്ട് മാറ്റാൻ പറ്റാത്ത അൺഷേക്കബിൾ ബിലീഫ്സ്, അതിനാട്ടോ ഡെലൂഷൻ എന്ന് പറയുന്നത്. സോ സൊമാറ്റിക് ഡെലൂഷൻ. ഫസ്റ്റ് ഇതിൽ മോണോസിംറ്റമാറ്റിക് എഴുതിയിരിക്കുന്നത്. നമുക്ക് ആദ്യം എഗ് ബോൺ സിൻഡ്രോം നോക്കാം. എഗ് ബോൺ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻ്റ് ഡോക്ടറിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സർ എൻ്റെ ദേഹത്തൊക്കെ പാരസൈറ്റ് ഉണ്ട്. അപ്പം ഡോക്ടർ എക്സാമിൻ ചെയ്തു, എന്നിട്ട് പറഞ്ഞു ഇല്ല, താങ്കളുടെ ദേഹത്ത് ഒന്നുമില്ല എന്ന് പറഞ്ഞു വിട്ടു. അടുത്ത ദിവസം അയാൾ ഒരു തീപ്പെട്ടിയുമായിട്ട് വന്നു. തീപ്പെട്ടിയുടെ ആ ബോക്സ് ഉണ്ടല്ലോ, ആ സാധനം ബോക്സുമായിട്ട് വന്നിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞിട്ട് വിശ്വസിച്ചില്ലല്ലോ, ഞാൻ ആ പാരസൈറ്റിനെ ഇതിൻ്റെ ഉള്ളിൽ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പം നമ്മളത് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ എന്തായിരിക്കും കാണുന്നത്, വല്ല നഖമോ മുടിയോ അല്ലെങ്കിൽ സം സ്കെയിൽസോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കാണുന്നത്. സത്യത്തിൽ അവിടെ പാരസൈറ്റ് കാണത്തില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കാണുന്നത്. സോ അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, എഗ് ബോൺ സിൻഡ്രോം അല്ലെങ്കിൽ പാരസൈറ്റോസിസ് ഡെലൂഷൻ എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. എഗ് ബോം എന്ന് പറയുമ്പോൾ തന്നെ വേം എന്നൊരു ഇത് വരുന്നുണ്ടല്ലോ. സോ ഇറ്റ് വിൽ ബി ഈസി. നമുക്ക് നമ്മളുടെ ജോലി എന്താ, ആ MCQൽ 4 ഓപ്ഷൻസ് ചെയ്യുന്നു, കറക്റ്റ് സാധനം കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. അതാണ് പാരസൈറ്റോസിസ് ഡെലൂഷൻ എന്ന് പറയുന്നത്. കൊട്ടാഡ് സിൻഡ്രോം. കൊട്ടാഡ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിഹിലിസ്റ്റിക് ഡെലൂഷൻ വരുന്നൊരു സാധനമാണ് കൊട്ടാഡ് സിൻഡ്രോം. കൊട്ടാഡ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖത്തിൽ കാണുന്ന ഡെലൂഷൻ ഏതാണെന്ന് ചോദിച്ചാൽ നിഹിലിസ്റ്റിക് ഡെലൂഷൻ. ആ കൊട്ടാഡ് സിൻഡ്രോം എന്താണെന്ന് ചോദിച്ചാൽ ആക്ച്വലി ഡിപ്രഷൻ വിത്ത് സൈക്കോസിസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു, ആ ഡിപ്രഷൻ അങ്ങ് ഭയങ്കര സിവിയർ ആയിട്ട് ഹീസ് ഹാവിങ് ദ തോട്ട്സ് ഓർ ബിലീവ് ദാറ്റ് ഹീസ് ഡെഡ്. നിഹിലിസ്റ്റിക് ഡെലൂഷൻ ഉണ്ടായി, ഡിപ്രഷൻ ഉണ്ടായിരുന്നു. നിഹിലിസ്റ്റിക് ഡെലൂഷൻ എന്ന് പറഞ്ഞാൽ സൈക്കോസിസ് ആണ് അല്ലേ, ഡെലൂഷൻ സൈക്കോസിസ്, ഡിപ്രഷൻ പ്ലസ് സൈക്കോസിസ് ആവുന്നു. അതാണ് കൊട്ടാഡ് സിൻഡ്രോം. അത് ക്വസ്റ്റ്യൻ മെയിനായിട്ട് വന്നായിരുന്നു. ഈ സിംറ്റമൊക്കെ ഇതൊക്കെ വന്നിട്ട് ഈ അസുഖം ഏതാണെന്ന് ചോദിക്കാം, ഡെലൂഷൻ ഏതാണെന്ന് ചോദിക്കാം. ഡെലൂഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ നിഹിലിസ്റ്റിക് ഡെലൂഷൻ. ഇത് എന്ത് സിൻഡ്രോം ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ യു ഹാവ് ടു ഗോ ഫോർ കൊട്ടാഡ് സിൻഡ്രോം. ഓക്കെ, ഇനി അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ മോണോസിംറ്റമാറ്റിക് ഹൈപ്പോകോൺഡ്രിയൽ സൈക്കോസിസ്. വളരെ മനോഹരമായ പേര്. VS ഹൈപ്പോകോൺഡ്രിയാസിസ് എന്നും കൂടെ വേഴ്സസ് ഹൈപ്പോകോൺഡ്രിയാസിസ് എന്നും കൂടെ ഞാൻ എഴുതിയിട്ടുണ്ട് അല്ലേ. എന്തുകൊണ്ടായിരിക്കും ഹൈപ്പോകോൺഡ്രിയാസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തുവാന്ന്. ഒരാൾ വന്നിട്ട് പറയാം എനിക്ക് എന്തൊക്കെയോ അസുഖമുണ്ട്, എനിക്ക് എന്തോ വലിയ അസുഖമുണ്ട്, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവൂ. അങ്ങനെ ഒരു ആൻസൈറ്റി, ഇറ്റ്സ് ആൻ ഇൽനെസ് ആൻസൈറ്റി നമ്മൾ പറയുന്നത് ഹൈപ്പോകോൺഡ്രിയാസിസ്. ഹൈപ്പോകോൺഡ്രിയാസിസ് എന്ന് ആ പേഷ്യൻ്റ് അങ്ങ് ആ ആൾക്ക് ഭയങ്കര ആൻസൈറ്റിയാണ്, എനിക്ക് എന്തോ അസുഖമുണ്ട്, യു ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ് ഇറ്റ് അല്ലേ. അതാണ് ഹൈപ്പോകോൺഡ്രിയാസിസ് എന്ന് പറയുന്നത്. പക്ഷേ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ മോണോസിംറ്റമാറ്റിക് ഹൈപ്പോകോൺഡ്രിയൽ സൈക്കോസിസ് വേഴ്സസ് ഹൈപ്പോകോൺഡ്രിയാസിസ്? മോണോസിംറ്റമാറ്റിക് ഹൈപ്പോകോൺഡ്രിയൽ സൈക്കോസിസ് എന്ന് പറയുന്നത് ഒരു ഡെലൂഷനാണ്. അയാൾക്കൊരു ഫിം ബിലീഫ് ഉണ്ട്, എനിക്കൊരു അസുഖമുണ്ട് എന്നൊരു വിശ്വാസം. നമ്മളത് ഇൻവെസ്റ്റിഗേറ്റ് ഒക്കെ ചെയ്തിട്ട് ഓക്കെ യു ഡോണ്ട് ഹാവ് ദിസ് എന്ന് പറഞ്ഞാലും
അയാൾ വിശ്വസിക്കത്തില്ല, അയാൾ വേറെ ഡോക്ടറിനെ പോയി കാണും. എനിക്ക് ആ അസുഖമുണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മോണോ സിംറ്റമാറ്റിക് ഹൈപ്പോകോൺട്രിയൽ സൈക്കോസിസ്. പക്ഷേ ഹൈപ്പോകോൺട്രിയാസിസ് നമുക്ക് ആ പേഷ്യൻ്റെ അടുത്ത് എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നിങ്ങൾക്ക് അസുഖമില്ല, ഓക്കെ തനിക്ക് അസുഖമില്ല എന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാകും. ദാറ്റ്സ് ആൻ ഇൽനെസ് ആൻസൈറ്റി. സോ ദിസ് ഈസ് ഈ ഹൈപ്പോകോൺട്രിയാസിസ് ആൻ ഇൽനെസ് ആൻസൈറ്റി. ബട്ട് മോണോ സിംറ്റമാറ്റിക് ഹൈപ്പോകോൺട്രിയൽ സൈക്കോസിസ് എന്ന് പറയുന്നത് എന്താണ്, ആസ് എ ഡെലൂഷൻ ആക്ച്വലി. സോ സൊമാറ്റിക് ഡെലൂഷൻ്റെ സബ് ടൈപ്സ് ആണിത് കേട്ടോ. ഒരു MCQ ഞാൻ അങ്ങനെ കണ്ടായിരുന്നു, ഫൈൻഡ് ദ എക്സെപ്റ്റ് ഓഡ് വൺ, സൊമാറ്റിക് ഡെലൂഷൻ അല്ലാത്ത. സോ സൊമാറ്റിക് ഡെലൂഷൻ നമ്മൾ ബോഡിലി ചിന്തകൾ, നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള ഡെലൂഷൻസ്. ഓക്കെ, ദെൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒതെല്ലോ സിൻഡ്രോം എന്താ ഞാൻ പറഞ്ഞു. ഓക്കെ, ഒതെല്ലോ സിൻഡ്രോമിൽ എന്താ നടക്കുന്നതെന്ന് പറഞ്ഞാൽ സെക്ഷൽ ഡിസയർ കുറഞ്ഞു. ഒതെല്ലോ സിൻഡ്രോം ഹീസ് ഹാവിങ് ഡെലൂഷൻ ഓഫ് ജലസി. സോ ഞാൻ എന്തോ ചെയ്യും, എങ്ങനെയായിരിക്കും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക? വാട്ട് വിൽ ബി ദ ട്രീറ്റ്മെൻറ്റ്? ഐ വിൽ ബി ഗിവിങ് ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ്, റൈറ്റ്? ബിക്കോസ് ദ പേഷ്യൻറ്റ് ഈസ് ഹാവിങ് സൈക്കോസിസ് സിംറ്റംസ്. സോ ഞാനൊരു ആൻറ്റിസൈക്കോട്ടിക് കൊടുക്കും. പക്ഷേ ഈ ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് സെൽഫ് റിഡ്യൂസ് സെക്ഷൽ ഡിസയർ. അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഒതെല്ലോ സിൻഡ്രോത്തിനുള്ള ആൾക്ക് നമ്മൾ നോർമൽ ആൻറ്റിസൈക്കോട്ടിക്സ് കൊടുക്കാൻ പറ്റുന്നത്? അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഡ്രഗാണ് അരിപ്പിപ്രസോൾ. എന്താണ് അരിപ്പിപ്രസോൾ? സോ ഈ അരിപ്പിപ്രസോൾ എന്തുണ്ടാക്കത്തില്ല, സെക്ഷൽ ഡിസയർ കുറയ്ക്കത്തില്ല. സോ ഒതെല്ലോ സിൻഡ്രോത്തിൻ്റെ ഡ്രഗ് ഓഫ് ചോയ്സ് ഓർ ആൻറ്റിസൈക്കോട്ടിക് ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് അരിപ്പിപ്രസോളാണ്. ഓക്കെ, അത് ഏത് പാത്വേയിലാണ് ആക്ട് ചെയ്യുന്നത് വെച്ചാൽ ട്യൂബറോ ഇൻഫെൻഡിബുലാർ പാത്വേ. ആക്ച്വലി ഈ പാത്വേയെക്കുറിച്ച് നമ്മൾ സ്കീസോഫ്രീനെ പഠിക്കുമ്പോൾ പറയും, അതൊരു ഡോപ്പമിൻ പാത്വേ ആണ്. ഡോപ്പമിൻ നമ്മുടെ വെൻട്രൽ ടെഗ്മെന്റൽ ന്യൂക്ലിയസ് ഉണ്ടാക്കിയിട്ട് പോകുന്ന ആ പാത്വേസ് ആണ്. അതിനെക്കുറിച്ച് നമ്മൾ സ്കീസോയിൽ പഠിക്കും. ഇപ്പം ഇത്ര അറിഞ്ഞാൽ മതി, ട്യൂബറോ ഇൻഫെൻഡിബുലാർ പാത്വേയിൽ ആക്ച്വലി പ്രൊലാക്റ്റിൻ ആണ് മെയിനായിട്ടും ആള്. ഇത്ര അറിഞ്ഞാൽ മതി. ഓക്കെ, ഈ ട്യൂബറോ ഇൻഫെൻഡിബുലാർ പാത്വേയിൽ നമ്മുടെ ആൻറ്റിസൈക്കോട്ടികൾ, നോർമൽ ആൻറ്റിസൈക്കോട്ടിക്സ് വന്ന് ആക്ട് ചെയ്യുന്നത് കാരണം സെക്ഷൽ ഡിസയർ കുറയും. പക്ഷേ എരിപ്പിപ്രസോൾ ഈ പാത്വേയിൽ ആക്ട് ചെയ്യത്തില്ല. അത് കാരണം നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നു, ഒതെല്ലോ സിൻഡ്രോത്തിന് യൂസ് ചെയ്യുന്നു. ഫ്രം MCQ പോയിന്റ് ഓഫ് വ്യൂ, Othello, aripiprazole acts on tuberoinfundibular pathway and it doesn't reduce sexual desire. ഇത്ര അറിഞ്ഞാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ബിക്കോസ് നമ്മളുടെ നീറ്റ് PQ എന്ത് MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, നമുക്ക് കോൺസെപ്റ്റ് അറിയണം, എങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചാലും മനസ്സിലാകത്തുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് കാണാതെ പഠിക്കണം. അത് കാണാതെ പഠിക്കാൻ ബെസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ന്യൂമോണിക്കാണ്. ഇപ്പം ഒതെല്ലോ സിൻഡ്രോം നമുക്കറിയാം സംശയരോഗമാണ്. സംശയരോഗമുള്ള ഒരു ഭർത്താവിനെ ഭാര്യയ്ക്ക് വെച്ച് ഉണ്ടാക്കാൻ താല്പര്യമില്ല. അരിപ്പിപ്രസോൾ എന്ന് പറഞ്ഞാൽ അരി വെച്ച് ചോറുണ്ടാക്കി കൊടുക്കാൻ താല്പര്യമില്ല. ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് എനിവൺ വിൽ ഫോർഗെറ്റ് ദാറ്റ്, അല്ലേ? അതിൻ്റെ ആവശ്യമുള്ളൂ. സോ ഇത് നമ്മളിപ്പോൾ ഡെലൂഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊരിക്കലും നിങ്ങളുടെ പ്രൈമറി അല്ലെങ്കിൽ ഒൺലി സോഴ്സ് ആയിട്ടൊന്നും യൂസ് ചെയ്യില്ല ആരെങ്കിലും വീഡിയോ കാണുവാണെങ്കിൽ. ബട്ട് ഇത് നിങ്ങൾക്ക് കോൺസെപ്റ്റ് ബിൽഡ് ചെയ്യാൻ, അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോൾ എനിക്കൊന്ന് സൈക്കാട്രി റിവൈസ് ചെയ്യണമെന്നൊക്കെ തോന്നുമ്പോൾ യു ക്യാൻ യൂസ് ദിസ്. ഓക്കെ, നെക്സ്റ്റ് ടൈം സ്കീസോഫ്രീനിയ ആയിരിക്കും പറയുന്നത്. സ്കീസോയും ഡെലൂഷനും തീരുമ്പോൾ തന്നെ സൈക്കോസിസ് കംപ്ലീറ്റ്ലി തീരും. അത് കഴിഞ്ഞിട്ട് ന്യൂറോസിസ് ആയിരിക്കും. താങ്ക് യു.